നമ്മുടെ പീരിയഡ്സ് ബ്ലീഡിങ് കുറവാണെങ്കിൽ അത് നോർമൽ ആണോ അല്ലയോ? ഹായ്, ഐ എം ഡോക്ടർ കാംന, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, മെനൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. ഒരു നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 21 to 35 ഡേയ്സിൻ്റെ ഇടയിൽ വരുന്നതാണ് ഒരു നോർമൽ സൈക്കിൾ. അത് നമുക്ക് നീണ്ടു നിൽക്കുക, ചിലവർക്ക് ഒരു 3 days ആയിരിക്കാം, ചിലർക്ക് 5 days ആയിരിക്കാം. ഒരു 3 to 7 days വരെ നമ്മളൊരു ആവറേജ് കണക്കാക്കും. ആൻഡ് ബ്ലീഡിങ് കണക്കാക്കുകയാണെങ്കിൽ മേ ബി ഒരു 30 to 80 ml വരെ നമുക്കത് നോർമലായിട്ട് കണക്കാക്കാം. സോ ഇതിൽ നിന്നും എന്തെങ്കിലും കുറവായിട്ട് വരികയാണെങ്കിൽ, ഇപ്പം ഇൻ കേസ് 35 ഡേയ്സിനെക്കാട്ടിലും കൂടുതലായിട്ട് പോവുക, ഒരു 2 months ഒരിക്കൽ വരിക, ആൻഡ് യു വിൽ ബ്ലീഡ് ഓൺലി ഫോർ ഒരു ദിവസം ബ്ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇടയിൽ വെച്ച് വെറും സ്പോട്ടിങ് മാത്രം കാണുക. ആൻഡ് ഇഫ് യു ചേഞ്ച് ഓൺലി, ഇപ്പോൾ പാഡ് വൈസ് നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ യു ചേഞ്ച് ഓൺലി 1 pad per day. ഇപ്പോൾ 2 ദിവസത്തിൽ ഓരോരോ പാഡ് മാത്രം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരിക. ഇങ്ങനെയൊക്കെ ലൈറ്റർ പീരിയഡ്സ് വരികയാണെങ്കിൽ യെസ്, യു ഹാവ് ടു ബി കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ചിലർക്ക് ആദ്യം മുതൽക്കേ ലൈറ്റർ സൈക്കിൾസ് ആയിരിക്കും, അങ്ങനെയുള്ളവർക്ക് ഇറ്റ് ഇസ് ഫൈൻ. പക്ഷേ നോർമൽ ആയിട്ടുള്ള ഒരു സൈക്കിൾസ് പെട്ടെന്ന് അത് ലൈറ്റർ ആവാൻ ആരംഭിക്കുക, അല്ലെങ്കിൽ ഒരു 1-2 days മാത്രം ബ്ലീഡിങ് ആവുക, അങ്ങനെയൊക്കെ വരുമ്പം ഓൾവേസ് വിസിറ്റ് എ ഗൈനക്കോളജിസ്റ്റ്. ഇറ്റ് ക്യാൻ ബി സംടൈംസ് ചിലപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവാം, ചില എക്സസൈസ് കാരണം വന്നതായിരിക്കാം, ചില പിൽസ് അല്ലെങ്കിൽ ചില ട്രീറ്റ്മെൻറ്റ് ഒക്കെ നമുക്കിങ്ങനെ ബ്ലീഡിങ് കുറച്ചേക്കാം. ബാലൻസ് ഡയറ്റ്, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നല്ല ഉറക്കം, ഒരു 6 to 8 hours ഓഫ് ഉറക്കം, ഇതെല്ലാം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പം കുറേയൊക്കെ നമുക്ക് നമ്മുടെ സൈക്കിൾസ് ഒന്ന് റെഗുലറായി കിട്ടും, അല്ലെങ്കിൽ ഒരു നോർമൽ ഫ്ലോയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇതെല്ലാം നടന്നില്ലെങ്കിൽ ഓൾവേസ് വിസിറ്റ് എ ഡോക്ടർ ആൻഡ് ഗെറ്റ് ഇറ്റ് ട്രീറ്റ്.